ഒരു എന്റർപ്രണറിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെക്ടിക് ആയിട്ടുള്ള ഒരു വർക്കാണ്. ഞാൻ പറയാൻ പോകുന്ന ഈ 10 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റാർട്ടപ്പിന്റെ ഫെയിലിയർ റേറ്റ് നിങ്ങൾക്ക് ഒരു പരിധി വരെ കുറയ്ക്കാൻ പറ്റും. ഫസ്റ്റ് വണ്ണാണ് നിങ്ങളുടെ സ്റ്റാർട്ടപ്പിന്റെ ഫണ്ടിങ് ബേൺ ചെയ്യുമ്പോൾ വളരെ മിനിമൈസ് ചെയ്തിട്ട് ബേൺ ചെയ്യാൻ ശ്രദ്ധിക്കുക. രണ്ടാമത്തേതാണ് ഒരു റൈറ്റ് ടീം നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യാൻ നിങ്ങൾക്ക് വേണം. തേർഡ് വണ്ണാണ് നിങ്ങളുടെ പ്രൊഡക്റ്റോ സർവീസസോ പ്രൈസിങ് ചെയ്യുമ്പോൾ മാർക്കറ്റ് സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രം പ്രൈസിങ് ചെയ്യാൻ ശ്രമിക്കുക. ഫോർത്ത് വണ്ണാണ് നിങ്ങളുടെ കോൺട്രാക്ട്സ് സ്കിപ്പ് ചെയ്യാതിരിക്കുക. നിങ്ങൾ ഫൗണ്ടേഴ്സും എംപ്ലോയീസും അല്ലെങ്കിൽ ഫൗണ്ടേഴ്സും കോ ഫൗണ്ടറും തമ്മിലുള്ള കോൺട്രാക്ട്സ് നിങ്ങളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ പ്രോപ്പർ ആയിട്ട് വെക്കാം. അഞ്ചാമത്തേത് നിങ്ങൾക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ബിസിനസ് പ്ലാൻ വേണം. ആറാമത്തേത് നിങ്ങളുടെ പ്രൊഡക്റ്റോ സർവീസസോ ലോഞ്ച് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് മാർക്കറ്റ് റിസർച്ചും കാര്യങ്ങളൊന്നും അതിനനുസരിച്ചിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഫെയിലിയർ ആവാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സെവൻത് വണ്ണാണ് നിങ്ങളൊരു സ്റ്റാർട്ടപ്പ് എന്റർപ്രണർ ആണെങ്കിൽ മൾട്ടിപ്പിൾ വർക്ക്സും മൾട്ടിപ്പിൾ ജോബ്സും നിങ്ങൾ ഒരേ ടൈമിൽ ചെയ്യേണ്ട ആവശ്യം വരുന്നതാണ്. നിങ്ങൾക്ക് അറിയാത്ത ജോബ്സ്